ഹലോ കൂട്ടുകാരെ, 6ാം ക്ലാസ് മാത്സിലെ 5ാമത്തെ യൂണിറ്റായ ഡെസിമൽ ഫോംസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. 5ാം ക്ലാസ്സിൽ വെച്ച് എങ്ങനെയാണ് ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുന്നത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു നീളം തന്നിട്ടുണ്ട്, 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ അല്ലേ. ഇവിടെ വലിയ യൂണിറ്റ് ഏതാണ്? സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്നതിനെ സെൻറ്റിമീറ്റർ എന്ന ഒരൊറ്റ വലിയ യൂണിറ്റിലേക്ക് നമുക്ക് മാറ്റി എഴുതാനായിട്ട് കഴിയും. അങ്ങനെ കഴിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് ഇതിനെ മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. 10 മില്ലിമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ, നിങ്ങൾക്കതറിയാമല്ലോ. അപ്പോൾ 10 മില്ലിമീറ്ററിൻ്റെ 8 ഭാഗമല്ലേ ഇവിടുത്തെ 8 മില്ലിമീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. അതായത് 1 സെൻറ്റിമീറ്ററിനെ നമ്മൾ 10 ഭാഗങ്ങളായി തിരിച്ചാലുള്ള അതിൽ നിന്നെടുത്ത 8 ഭാഗങ്ങൾ, അതാണ് 8 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 8 മില്ലിമീറ്ററിനെ 8/10 സെൻറ്റിമീറ്റർ എന്നാക്കി എഴുതാൻ പറ്റത്തില്ലേ. അപ്പോൾ 7 and 8/10 സെൻറ്റിമീറ്റർ എന്ന് നമുക്കിതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റിക്കൂടെ. ഇനി നിങ്ങൾ നോക്കിയേ, 8നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8 എന്ന് പറയുന്ന നമ്പർ 10ൻ്റെ ടേബിളിൽ വരുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പം ആദ്യം ഒരു പോയിന്റ് കൊടുക്കേണ്ടി വരും അല്ലേ. പോയിന്റ് കൊടുക്കുമ്പം 8നൊരു 0 കൊടുത്ത് നമുക്ക് 18 ആക്കാനായിട്ട് പറ്റും. ഇനി 18 ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? 8 10s are 80 അല്ലേ. അപ്പോൾ 0.8 എന്നല്ലേ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7 അവിടെ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ എന്തും കൂടെ വരും? ഈ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 0.8 കൂടെ വരും. അപ്പോൾ നമുക്ക് 7.8 സെൻറ്റിമീറ്റർ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് പറയുന്നതിനെ നമുക്ക് ഡെസിമൽ ഫോമിൽ എങ്ങനെ എഴുതാം? 7.8 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി ഫ്രാക്ഷൻ ഫോമിലോ 7 and 8/10 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതേപോലെ നോക്കൂ, 5 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ, ഇവിടെ അതുപോലെ തന്നെയല്ലേ. 10 മില്ലിമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 5 and 7/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഈ 7/10നെ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.7 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 7/10നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.7 കിട്ടും. അപ്പോൾ 5ൻ്റെ കൂടെ 0.7 കൂടെ വരുമ്പോൾ 5.7 സെൻറ്റിമീറ്റർ എന്ന് വരും. പിന്നെ ഡിവൈഡ് ചെയ്യാൻ നമുക്കൊരു എളുപ്പ വഴി നോക്കാം. 10, 100, 1000 ഇതൊക്കെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എങ്കിൽ 10നാണെങ്കിൽ ഒരു 0 ആണുള്ളത് അല്ലേ. അപ്പോൾ ഒരു പ്ലേസ് മാറ്റി എന്ത് കൊടുക്കുക? ഡെസിമൽ കൊടുക്കുക. 100നാണെങ്കിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പോൾ 2 പ്ലേസ് മാറ്റി നമ്മൾ ഡെസിമൽ കൊടുക്കുക. അപ്പോൾ 1000 ആണെങ്കിലോ? 1000 ആണെങ്കിൽ 3 സീറോസ് മാറ്റണം. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. 7/10 ആകുമ്പോൾ ഒരു പ്ലേസ് മാറ്റണം. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0.7 ആയിരിക്കും. ഇനി അടുത്തത് നോക്കാം. 7/100 ആവുമ്പം 2 സീറോസ് അല്ലേ ഉള്ളത്. അപ്പോൾ 2 പ്ലേസ് മാറ്റണം അല്ലേ. അപ്പോൾ 0.07 ആയിരിക്കും ആൻസർ കിട്ടുക. ഇനി 1000 ആകുമ്പോഴോ? 1000 ആകുമ്പോൾ 3 സീറോസ് ഉണ്ട്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0.007 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഡെസിമൽ ഫോം ഓഫ് എ നമ്പർ ദ ഡോട്ട് സെപ്പറേറ്റ് ദ ഹോൾ നമ്പർ പാർട്ട് ആൻഡ് ദ ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ നമ്മൾ ഡെസിമൽ എഴുതുമ്പം എന്തോ ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ഡോട്ട് ഇടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഡോട്ട് ഇടുമ്പോഴത്തേക്കും അതിനെ നമ്പറിനെ 2 പാർട്ടായിട്ട് തിരിക്കുവാണ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഹോൾ നമ്പർ പാർട്ടും രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ടും ആണ്. ഇപ്പോൾ നമ്മൾ 7.8 ഒക്കെ എഴുതിയില്ലേ. അപ്പം 7 എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഹോൾ നമ്പറും 8 എന്ന് പറയുന്നത് ഫ്രാക്ഷനെ അല്ലേ നമ്മൾ 0.8 എന്നാക്കിയിട്ട് അവിടോട്ട് എഴുതിയത്. അപ്പോൾ ഹോൾ നമ്പർ പാർട്ടെന്നും ഫ്രാക്ഷണൽ പാർട്ടെന്നും പറയുന്ന 2 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഡിജിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഡോട്ട് ഷോ ദ മൾട്ടിപ്പിൾസ് ഓഫ് 1s, 10s, 100s ആൻഡ് സോ ഓൺ. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളതിനെ എങ്ങനെയാണ് എണ്ണുന്നത്? 1s, 10s, 100s എന്നാണ്. അത് നമുക്കറിയാലോ. നമ്മളൊരു നമ്പർ എഴുതിയിട്ട് നമ്മളതിൻ്റെ 1s, 10s, 100s, 1000s എന്ന് എണ്ണാറില്ലേ. അപ്പോൾ ലെഫ്റ്റിലേക്ക് നമ്മൾ അങ്ങനെ എണ്ണി പോകുന്നു. ദ ഡിജിറ്റ് ടു ദ റൈറ്റ് ഷോ ദ മൾട്ടിപ്പിൾസ് ഓഫ് 10s, 100s, 1000s ആൻഡ് സോ ഓൺ. ഇനി നമ്മൾ റൈറ്റിലേക്ക് വലത്തേക്ക് എണ്ണുന്നത് എങ്ങനെയാണ്? 10s, 100s, 1000s അങ്ങനെയാണ് നമ്മൾ എണ്ണി പോകുന്നത്. അതായത് 1/10 എന്നും 1/100, 1/1000 അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് പ്ലേസ് വാല്യൂ കണ്ടെത്തുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നമ്പർ ഏതാണ്? 247.3 എന്ന നമ്പറാണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെസിമലിന് മുന്നേ ഉള്ള ഭാഗത്തിന് നമ്മൾ സാധാരണ ഹോൾ നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ നോക്കുന്നത് പോലെയാണ് എണ്ണുന്നത്. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എണ്ണുന്നത്. അപ്പോൾ 7 എന്ന് പറയുന്നത് 1സിൻ്റെ പൊസിഷനിലാണ്, 4 10സിൻ്റെ പൊസിഷനിലാണ്, 2 100സിൻ്റെ പൊസിഷനിലാണ്. ഇനി ഡോട്ടിന് ശേഷമുള്ള നമ്പേഴ്സിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എണ്ണുക. അപ്പോൾ ഇവിടെ ആകെ ഒരു നമ്പറേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 എന്ന് പറയുന്നത് 1/10ൻ്റെ പൊസിഷനിലാണ് വരുന്നത്. ഇനി അടുത്ത നമ്പർ നോക്കാം. 247.39
എന്നുള്ളതാണ് അടുത്ത നമ്പർ. അവിടെയും 247 നമ്മൾ എവിടെ നിന്ന് എണ്ണും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണും. അപ്പോൾ 7 വൺസിൻ്റെ പൊസിഷനിൽ, 4 ടെൻസിൻ്റെ പൊസിഷനിൽ, 2 ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിൽ. ഇനി ഡോട്ടിന് ശേഷമുള്ളതിനെ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എണ്ണണം. അപ്പോൾ 3 എന്ന് പറയുന്നത് 1/10ൻ്റെ പൊസിഷനിൽ, 9 എന്ന് പറയുന്നത് 1/100ൻ്റെ പൊസിഷനിൽ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ആക്ടിവിറ്റി നോക്കിയേ. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എന്ത് ചെയ്യുക? പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ നമ്പർ 4.5, പിന്നെ 4.57, 4.572, 45.72, 457.2. ഈ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 5 നമ്പേഴ്സിനെയും കൂടെ നമുക്ക് ഒരൊറ്റ ടേബിളിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിനെ എല്ലാം നമുക്കൊരു ടേബിളിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാണ്? 4.5 ആണ്. അപ്പോൾ 4.5ലെ 4 എന്ന് പറയുന്നത് വൺസിൻ്റെ പ്ലേസിലാണ് വരുന്നത്. അപ്പോൾ വൺസിൻ്റെ താഴെ 4 നമ്മൾ എഴുതി. ഇനി പോയിൻറ്റിന് ശേഷമുള്ള 5 1/10ൻ്റെ പൊസിഷനിലാണ് വരിക. പോയിൻറ്റിന് ശേഷം വരുന്ന ആദ്യത്തെ നമ്പർ 1/10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 എന്ത് ചെയ്യും? നമ്മളവിടെ എഴുതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ 1 × 4 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ഇനി 5 × 1/10, 5 × 1/10 ചെയ്യുമ്പോൾ നമുക്ക് 5/10 എന്നാണ് കിട്ടുന്നത്. 5/10 എത്രയാണ്? 0.5 ആണ്. അപ്പം 4ഉം 0.5 കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ 4.5 കിട്ടുക. എല്ലാം അതേപോലെയാണ് വരിക. ഇനി അടുത്തത് 4.57. 4.57ൽ 4 എന്ന് പറയുന്നത് വൺസിൻ്റെ പ്ലേസിലാണ്. പോയിൻറ്റിന് ശേഷമുള്ള 5 1/10ൻ്റെയും 7 1/100ൻ്റെയും പ്ലേസിലാണ് വരുന്നത്. അടുത്ത നമ്പർ 4.572. അതിൽ 4 എന്ന് പറയുന്നത് വൺസിൻ്റെ പ്ലേസിലാണ് വരിക. 5 1/10, 7 1/100, 2 1/1000. അടുത്തത് 45.72. അതിൽ 5 ആണ് വൺസിൻ്റെ പ്ലേസിൽ വരിക. 4 ടെൻസിൻ്റെ പ്ലേസിലായിരിക്കും വരുന്നത്. ഇനി ഡോട്ടിന് ശേഷമുള്ള 7 1/10, 2 1/100. അടുത്തത് 457.2. അപ്പോൾ അതിനകത്ത് 7 വൺസിൻ്റെ പ്ലേസിൽ വരും, 5 ടെൻസിൻ്റെ പ്ലേസിൽ വരും, 4 100ൻ്റെ പ്ലേസിൽ വരും. ഇനി ഡോട്ടിന് ശേഷമുള്ള 2 എവിടെ വരും? 1/10 എന്നുള്ള പൊസിഷനിൽ വരും. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. കൺവേർട്ട് ദ മെഷേഴ്സ് ബിലോ ഇൻറ്റു ദ മെഷേഴ്സ് സ്പെസിഫൈഡ് യൂസിങ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ ഫോംസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മെഷേഴ്സിനെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഫ്രാക്ഷണൽ ഫോമിലേക്കും ഡെസിമൽ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 4 meters 30 centimeters, 4 meter 30 centimeter. അതിനെ അവരെങ്ങനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? 4 and 30/100 meters എന്നാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 30/100 എന്ന് എഴുതിയിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി ഇതിനെ എന്ത് ചെയ്യുക? ഡെസിമൽ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ എത്ര സീറോസ് ഉണ്ടോ അത്രയും പ്ലേസ് മാറ്റി വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? ഡോട്ട് കൊടുക്കാനായിട്ട്. അപ്പം 30യെ നമ്മൾ എന്ത് ചെയ്യണം? 2 പ്ലേസ് മാറ്റി നമ്മൾ ഡോട്ട് കൊടുക്കണം. 2 പ്ലേസ് മാറ്റി എന്ന് പറയുമ്പം എന്ത് ചെയ്യണം? 0.30 എന്നാണ് വരുന്നത്. ലാസ്റ്റ് വരുന്ന സീറോയ്ക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ 0 കൊടുത്തിട്ടില്ലാത്തത്. അപ്പോൾ 4.3 meters എന്ന ആൻസർ കിട്ടും. ഇനി അടുത്തത് എന്താണ്? 4 meters 3 centimeter. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 3/100 എന്ന ആൻസർ വരും. ഇനി 3യെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4.03 എന്ന ആൻസർ നമുക്ക് കിട്ടും. 3യെ ഡിവൈഡ് ചെയ്യുമ്പം 0.03 ആണ് കിട്ടുന്നത്. 4ഉം 0.03യും ചേരുമ്പോൾ 4.03 എന്നുള്ള ആൻസർ നമുക്ക്. ഇനി അടുത്തതായിട്ട് 4 meters 3 millimeters എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 and 3/1000 meters എന്നാണ് ആൻസർ കിട്ടുക. ഇനി 3നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 പ്ലേസ് മാറ്റി ഡോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? അത്രയും പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സീറോസ് ഇട്ട് കൊടുക്കണം. സീറോസ് എപ്പോഴും എവിടെ ഇടാവൂ? ലെഫ്റ്റിലോട്ടേ ഇടാവൂ, ഒരിക്കലും റൈറ്റിലോട്ട് ഇടരുത്. റൈറ്റിലോട്ട് ഇടുന്ന സീറോയ്ക്ക് വാല്യൂ കാണത്തില്ല. അപ്പോൾ എന്ത് ആൻസർ കിട്ടും? 0.003 എന്ന ആൻസർ കിട്ടും. അപ്പം 4 and 0.003, അപ്പോൾ 4.003 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും വലിയ യൂണിറ്റിലേക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ചെറിയ യൂണിറ്റുകളെ മാറ്റുന്നത്. വലിയ യൂണിറ്റിലേക്ക് മാറ്റാൻ എപ്പോഴും ഡിവൈഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനായിരുന്നെങ്കിലോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു.
അതായിരുന്നു നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത്. 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നില്ലേ? അപ്പോൾ 8നെ നമ്മൾ മില്ലിമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 10 കൊണ്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. അതായത് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ആ ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ടേബിളിൻ്റെ ബാക്കി നോക്കാം. 3 കിലോഗ്രാം 200 ഗ്രാം, അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം, 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. 1000 ഗ്രാംസ് ആണ് 1 kg അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 കിലോഗ്രാംസ് 200 ഗ്രാംസ് എന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 200 ഗ്രാംസിനെ കിലോയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 3 and 200/1000 കിലോഗ്രാംസ് എന്നുള്ളതാണ് നമ്മുടെ ഫ്രാക്ഷണൽ ഫോം. ഇനി ഈ 200നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പ്ലേസ് മാറ്റിയല്ലേ ഡോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 200ന് ഓൾറെഡി 3 പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ 3 പ്ലേസ് മാറ്റി എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഡോട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3.200 കിലോഗ്രാം എന്നുള്ളതാണ് അതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 കിലോഗ്രാംസ് 250 ഗ്രാംസ്. അപ്പോൾ 3 and 250/1000 കിലോഗ്രാം ആണ് ഫ്രാക്ഷണൽ ഫോം. 3.250 കിലോഗ്രാം ആണ് അതിൻ്റെ ഡെസിമൽ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 കിലോഗ്രാം 25 ഗ്രാംസ്. അപ്പോൾ 3 and 25/1000 കിലോഗ്രാംസ് ആണ് ഫ്രാക്ഷണൽ ഫോം. ഇനി 25നെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് 3 പ്ലേസസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 0 കൊടുക്കണം. അപ്പോൾ ഡെസിമൽ ഫോം 3.025 കിലോഗ്രാംസ് ആയിരിക്കും ആൻസർ. ഇനി അടുത്തത് എന്താണ്? 30 കിലോഗ്രാംസ് 250 ഗ്രാംസ്. അപ്പോൾ 30 and 250/1000 കിലോഗ്രാംസ് ആയിരിക്കും അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം. ഇനി ഡെസിമൽ ഫോം എന്തായിരിക്കും? 30.250 കിലോഗ്രാംസ് ആയിരിക്കും ഡെസിമൽ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 10 ലിറ്റേഴ്സ് 750 മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. അതായത് 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 10 ലിറ്റേഴ്സ് 750 മില്ലി ലിറ്റേഴ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എങ്ങനെ വരും? 10 and 750/1000 എന്ന് വരും. ഇനി അതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെയാണ് വരിക? 10.750 ലിറ്റേഴ്സ് എന്നാണ് അതിൻ്റെ ഡെസിമൽ ഫോം വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 10 ലിറ്റേഴ്സ് 75 മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷണൽ 10 and 75/1000 ലിറ്റേഴ്സ് എന്ന് വരും. അതിൻ്റെ ഡെസിമൽ ഫോം 10.075 ലിറ്റേഴ്സ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, 10 ലിറ്റേഴ്സ് 705 മില്ലി ലിറ്റേഴ്സ് ആണ്. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം 705/1000 ലിറ്റേഴ്സ് എന്ന് വരും. അതിൻ്റെ ഡെസിമൽ ഫോം 10.705 ലിറ്റേഴ്സ് എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 100 ലിറ്റേഴ്സ് 750 മില്ലി ലിറ്റേഴ്സ് എന്നാണ്. അപ്പോൾ 100 and 750/1000 ലിറ്റേഴ്സ് എന്നാണ് അതിൻ്റെ ഫ്രാക്ഷനിൽ വരിക. അതിൻ്റെ ഡെസിമൽ വരുന്നത് 100.750 ലിറ്റേഴ്സ് എന്നായിരിക്കും വരിക. അടുത്തത് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് എന്ന ഹെഡിങ് ആണുള്ളത്. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. ഡെസിമൽ തന്നു കഴിഞ്ഞാൽ ഡോട്ട് കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക, അതായത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പം നമ്മളതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പം ഈ ഡോട്ട് കഴിഞ്ഞ് എത്ര പ്ലേസ് ആണോ ഉള്ളത് ആ ഫ്രാക്ഷനിൽ 1 കഴിഞ്ഞ് അത്രയും സീറോസ് കൊടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ 7.3 ആണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ 7.3ൽ പോയിന്റ് കഴിഞ്ഞ് 3 എന്ന് പറയുന്ന ഒരു ഒറ്റ നമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? 73/10 എന്ന് എഴുതിയാൽ മതി. ഇത് 1 കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സീറോ കൊടുത്താൽ മതി? ഒരു സീറോ കൊടുത്താൽ മതി. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പറല്ലേ ഉള്ളത്, അപ്പം 1 കഴിഞ്ഞിട്ട് ഒരു സീറോ കൊടുക്കുക. ഇനിയിപ്പോൾ 7.33 എന്നാണെങ്കിലോ ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എഴുതുമ്പോഴത്തേക്കും എന്താണ് 733/100 എന്ന് എഴുതേണ്ടി വരും. നമ്മൾ 2 സീറോസ് കൊടുക്കേണ്ടി വരും. ഇനി ഫ്രാക്ഷനെ ഡെസിമലാക്കി എഴുതുമ്പം എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക, ആ സീറോസ് അനുസരിച്ച് ഡെസിമൽ കൊടുക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്താണ്, ഡെസിമൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എഴുതണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പോൾ ഫസ്റ്റ് 3.7 ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസേ ഉള്ളൂ. അപ്പോൾ ഫ്രാക്ഷനിൽ ഏതായിരിക്കും വരുന്നത്? 10 ആയിരിക്കും. ഒരു 0 ഉള്ളത് 10 അല്ലേ? അപ്പം 37/10 ആയിരിക്കും വരിക. അടുത്തത് 3.08, അതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പം 308/100 എന്നായിരിക്കും. ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ 2 0 ഉള്ള 1 വരുന്ന നമ്പർ 100. ഇനി 30.7 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസേ ഉള്ളൂ. അപ്പോൾ 307/10 എന്നായിരിക്കും ആൻസർ വരിക. അടുത്തത് 3.82, അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ 382/100. അടുത്തത് 37.2, അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണുള്ളത്. അപ്പോൾ 372/10 ആയിരിക്കും ആൻസർ. അടുത്തത് 3.072, അപ്പോൾ എന്താണ് 3 പ്ലേസസ് ഉണ്ട്. അപ്പോൾ 3072/1000 എന്ന് വരും. അടുത്തത് 30.72, അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് ആണുള്ളത്. 3072/100 ആയിരിക്കും ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെസിമൽസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 51/10 ആണ്. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ 10ന് ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു പ്ലേസ് മാറ്റി നമുക്ക് ഡെസിമൽ കൊടുക്കാം. അപ്പോൾ 5.1. നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് ഡെസിമൽ എണ്ണേണ്ടത്. അപ്പോൾ 1 ആണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്ലേസ് മാറ്റുമ്പോഴത്തേക്കും 5.1. ഇനി അടുത്തത് നോക്ക്, 513/10 അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു പ്ലേസ് മാറ്റിയാൽ മതി. അപ്പോൾ ആൻസർ എത്ര? 51.3. അടുത്തത് 513/100 ആണ്. അപ്പോൾ 2 പ്ലേസ് മാറ്റണം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ 2 പ്ലേസ് മാറ്റുമ്പം ആൻസർ എന്ത് കിട്ടും? 5.13. അടുത്തത് 513/1000, അപ്പോൾ 3 പ്ലേസ് ആണ് മാറ്റേണ്ടത്. അപ്പോൾ 0.513 ആണ് ആൻസർ. അടുത്തത് 5130/1000, അപ്പോഴും 3 പ്ലേസ് മാറ്റണം. അപ്പോൾ ആൻസർ 5.130 എന്നുള്ളതായിരിക്കും ആൻസർ. നെക്സ്റ്റ് നമുക്ക് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ അഡിഷനും സബ്സ്ട്രാക്ഷനും ഡെസിമൽസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ 5 ആക്ടിവിറ്റീസ് ആണ് അഡീഷൻ്റെ ഭാഗത്ത് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അനു മെയ്ഡ് ആൻ 8.5 meter ലോങ് ഫെസ്റ്റൂൺ ആൻഡ് സാറ മെയ്ഡ് 7.8 meter ലോങ് വൺ ടു ഡെക്കറേറ്റ് ദെയർ ക്ലാസ് റൂം ഫോർ ദ സ്കൂൾ ആനിവേഴ്സറി. അപ്പോൾ സ്കൂൾ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അവരുടെ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനു 8.5 മീറ്റർ നീളമുള്ള ഒരു തോരണവും സാറ 7.8 മീറ്റർ നീളമുള്ള തോരണവും ഉണ്ടാക്കി. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫെസ്റ്റൂൺ ദേ മെയ്ഡ്? അപ്പോൾ അവരുണ്ടാക്കിയ ആ തോരണത്തിൻ്റെ ആകെയുള്ള നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് എഴുതാം. ദ ലെങ്ത് ഓഫ് ഫെസ്റ്റൂൺ അനു മെയ്ഡ്. അനു ഉണ്ടാക്കിയ തോരണത്തിൻ്റെ നീളം എത്രയാണ്? 8.5. ദ ലെങ്ത് ഓഫ് ഫെസ്റ്റൂൺ സാറ മെയ്ഡ്. സാറ ഉണ്ടാക്കിയതിൻ്റെ നീളം എത്രയാണ്? 7.8. ലെങ്ത് ഓഫ് ദ ഫെസ്റ്റൂൺ, അപ്പോൾ ഫെസ്റ്റൂണിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ നേരം ഡെസിമൽസ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ എഴുതുക. 8.5 + 7.8. അപ്പോൾ ഡെസിമൽസ് ഒരേ രീതിയിലല്ലേ വരുന്നത്. അപ്പോൾ 5ൻ്റെ താഴെ 8ഉം 8ൻ്റെ താഴെ 7ഉം വരുന്ന രീതിയിൽ എഴുതി. ഇനി 5 + 8 എത്രയാണ് ആൻസർ? 13 ആണ് ആൻസർ. 13ൻ്റെ 3 എഴുതി. അപ്പോൾ ഒരു 1 ശിഷ്ടം വരത്തില്ലേ? ആ നമ്മൾ നമ്മുടെ 8ൻ്റെ മുകളിലും കൊടുത്താൽ മതി. അപ്പോൾ ഇനി 8ഉം 7ഉം 1ഉം കൂടെ കൂട്ടണം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 16 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 16.3 ആണ് നമ്മളുടെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അമൽ നീഡ്സ് 2.25 meters ഓഫ് ക്ലോത്ത് ആൻഡ് സാഗർ 1.85 meters ഫോർ സ്കൂൾ യൂണിഫോം. അപ്പം സ്കൂൾ യൂണിഫോമിന് വേണ്ടിയിട്ട് അമലിന് 2.25 meter ക്ലോത്തും സാഗറിന് 1.85 meter ക്ലോത്തുമാണ് വേണ്ടത്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഇൻ ഓൾ? അപ്പോൾ ആകെ എത്ര ക്ലോത്താണ് വേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ലെങ്ത് ഓഫ് ക്ലോത്ത് അമൽ നീഡഡ് 2.25 meter. അപ്പോൾ അമലിന് വേണ്ട ഡ്രസ്സിൻ്റെ നീളം എത്രയാണ്? 2.25 ആണ്. ഇനി ദ ലെങ്ത് ഓഫ് ദ ക്ലോത്ത് സാഗർ നീഡഡ്. സാഗറിന് ആവശ്യമുള്ള ക്ലോത്തിൻ്റെ നീളം എത്രയാണ്? 1.85 meter. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടെത്തണം. ടോട്ടൽ ലെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് 2.25 + 1.85 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസിമൽ കറക്റ്റ് ലെവലിൽ വരുന്ന രീതിയിൽ എഴുതാൻ. 2.25 + 1.85. അപ്പോൾ 5ഉം 5ഉം ആഡ് ചെയ്യുമ്പം 10 ആണ് ആൻസർ. അതിൻ്റെ 0 എഴുതുന്നു. അതിൻ്റെ ശിഷ്ടമായിട്ടുള്ള 1 നമ്മൾ 2ൻ്റെ മുകളിൽ കൊടുക്കുന്നു. ഇനി 2ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 10, അതിനോട് ശിഷ്ടം 1ഉം കൂടെ കൂട്ടുമ്പോൾ 11. 11ൻ്റെ 1 അവിടെ എഴുതിയിട്ട് ശിഷ്ടം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത 2ൻ്റെ മുകളിൽ കൊടുക്കുന്നു. ഡെസിമൽ അതേപോലെ ഇടുക. 2ഉം 1ഉം 3, 3ഉം 1ഉം 4. അപ്പോൾ ആൻസർ എത്രയാണ്? 4.10 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 2 ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ കണ്ടു. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ 16.3ഉം സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ 4.10ഉം ആണ്.
The third question നോക്കാം. A tin weighs 2.85 kilogram and it is filled with 12.5 kilogram of rice. അതായത് ഒരു ടിന്നിൻ്റെ വെയിറ്റ് 2.85 കിലോഗ്രാം ആണ്. എന്നിട്ട് ഈ ടിന്നിനകത്ത് എന്തോ ഇട്ടിട്ടുണ്ട്? 12.5 കിലോഗ്രാം അരി ഇട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് കണ്ടെത്തണം. അപ്പം വെയിറ്റ് ഓഫ് ദ ടിന്നിൻ്റെ വെയിറ്റ് എത്രയാണ്? 2.85 കിലോഗ്രാം. ഇനി വെയിറ്റ് ഓഫ് ദ റൈസിൻ്റെ വെയിറ്റ് എത്രയാണ്? 12.5 കിലോഗ്രാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ 2.85 പ്ലസ് 12.5. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഈ ഡെസിമലിൻ്റെ വരുന്ന ലെവലിൽ കറക്റ്റായിട്ട് എഴുതുമ്പോഴത്തേക്കും അവിടെ 5ൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? 0 ഇട്ട് ഫില്ല് ചെയ്യാം. നമ്മളിപ്പം ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മൾ ഡെസിമൽസ് വരുന്ന കറക്റ്റ് ലെവലിൽ എഴുതി കഴിയുമ്പം ഇതുപോലെ ഗ്യാപ്പ് വരുവാണെങ്കിൽ അവിടെ 0 ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 0 ഇട്ട് കൊടുത്തതിന് ശേഷം 5ഉം 0യും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 5 ആണ് ആൻസർ കിട്ടുക. 8ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 13 ആണ് കിട്ടുക. 13ൻ്റെ 3 അവിടെ എഴുതുക. ശിഷ്ടം 1 വരും, അത് നമ്മൾ അവിടെ കൊടുക്കണം. അപ്പോൾ 2 2 4ഉം ആ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 5, പിന്നെ മറ്റേ 1 നമുക്ക് താത്തിറക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 15.35 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 15.35 കിലോഗ്രാം ആയിരിക്കും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ബാഗുൽ വാൽക്സ് 2.25 കിലോമീറ്റർ ഇൻ ദ മോർണിംഗ് ആൻഡ് 1.5 കിലോമീറ്റേഴ്സ് ഇൻ ദ ഈവനിങ് എവറി ഡേ. ബാഗുൽ എന്തോ ചെയ്യുന്നുണ്ട്? രാവിലെ 2.25 കിലോമീറ്ററും വൈകുന്നേരം 1.5 കിലോമീറ്ററും എല്ലാ ദിവസവും നടക്കുന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഷീ വാക്സ് ഈച്ച് ഡേ? അപ്പം അവൾ എന്ത് ചെയ്യുന്നത്? എല്ലാ ദിവസവും നടക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഒരു ദിവസം അവൾ എത്ര ദൂരം നടക്കുന്നു? അപ്പം ബാഗുൽ മോർണിംഗിൽ നടക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 2.25. ഇനി ഈവനിങ്ങിലോ 1.5. ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 2.25 പ്ലസ് 1.5 ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. 5ൻ്റെ താഴെ 0 ഇട്ട് കൊടുക്കാം. 0യും 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ആണ് ആൻസർ വരിക. 2ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 വരും. 2 + 1 3 വരും. ആൻസർ അപ്പോൾ എത്രയാണ്? 3.75 ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്മോൾ ബോട്ടിൽസ് കണ്ടെയ്ൻ 0.850 ലിറ്റർ ആൻഡ് 0.375 ലിറ്റർ ഓഫ് ഹണി. 2 ചെറിയ ബോട്ടിലുകളിൽ എന്തോ ഉണ്ട്? ഒരു ബോട്ടിലിൽ 0.850 ലിറ്ററും മറ്റൊരു ബോട്ടിൽ 0.375 ലിറ്ററും തേനുണ്ട്. ഇഫ് ബോത്ത് ദ ബോട്ടിൽസ് ആർ എംപ്റ്റീഡ് ഇൻ ടു എ ലാർജ് ബോട്ടിൽ ഹൗ മച്ച് ഹണി ഡസ് ഇറ്റ് കണ്ടെയ്ൻ? അപ്പോൾ ഈ 2 ബോട്ടിലെ ഹണിയും നമ്മൾ എവിടെ ഒഴിക്കുവാണ്? ഒരു വലിയ കണ്ടെയ്നറിലോട്ട് ഒഴിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ കണ്ടെയ്നറിൽ എത്ര ഹണി ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബോട്ടിലിൽ എത്രയാണ്? 0.850. സെക്കൻഡ് ബോട്ടിലിലെ ക്വാണ്ടിറ്റി എത്രയാണ്? 0.375. അപ്പോൾ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം 0.850 പ്ലസ് 0.375 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 0യും 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 5 ആയിരിക്കും. 5ഉം 7ഉം കൂടെ ആൻസർ ചെയ്യുമ്പോൾ 12 ആയിരിക്കും. 12 വരുമ്പോഴത്തേക്കും ശിഷ്ടം 1 നമ്മൾ എന്ത് കൊടുക്കുക? 8ൻ്റെ മുകളിൽ കൊടുക്കുക. 12ൻ്റെ 2 അവിടെ എഴുതുക. ഇനി 8ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 11 വരും. 11 കൂടെ ശിഷ്ടമായിട്ട് കിടക്കുന്ന 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 12 ആവും. 12ൻ്റെ 2 അവിടെ എഴുതുക. വീണ്ടും ശിഷ്ടം 1 0യ്ക്ക് മുകളിൽ കൊടുക്കുക. അപ്പോൾ 1 ആൻസർ എത്രയാണ്? 1.225 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. ഈ ആക്ടിവിറ്റിയിൽ സബ്സ്ട്രാക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. First question, from a road 14.7 meter long, a piece 7.75 meter long is cut off. അപ്പോൾ 14.7 മീറ്റർ നീളമുള്ള ഒരു റോഡിൽ നിന്ന് 7.7 മീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ച് മാറ്റി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? ബാക്കിയുള്ള കഷ്ണത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 14.7 ആണ്. നമ്മൾ മുറിച്ച് മാറ്റിയ പീസിൻ്റെ നീളം എത്രയാണ്? 7.75 ആണ്. റിമൈനിങ് പീസിൻ്റെ നീളം അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 14.7 മൈനസ് 7.75 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എഴുതുമ്പോഴത്തേക്ക് നോക്കി 7.75 എന്ന് പറയുമ്പോഴത്തേക്ക് ആ നമ്പറിൽ ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസസ് ഉണ്ടല്ലേ. പക്ഷേ 14.7ൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ തെറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 0 കൂടി ആഡ് ചെയ്യുന്നു. റൈറ്റിൽ ഇട്ട് കൊടുക്കുന്നത് 0യ്ക്ക് വാല്യൂ ഇല്ല നമുക്കറിയാലോ. അപ്പോൾ നമ്മളിവിടെ 0 ഇട്ടാലും അതിൻ്റെ വാല്യൂവിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? 14.70 മൈനസ് 7.75 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 0യിൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 7ൽ നിന്ന് 1 അങ്ങോട്ട് കടമെടുക്കുക. അപ്പോൾ 10 മൈനസ് 5 എത്രയാണ്? 5. ഇനി 6ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴും അപ്പുറത്ത് നിന്നൊന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ എന്താണ്? 16 ആവും. 16ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 9 ആണ് ആൻസർ. ഇനി 13ൽ നിന്ന് 7 കുറയ്ക്കാം. 13ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ ഉത്തരം എത്രയാണ്? 6 ആണ് ഉത്തരം. അപ്പോൾ ആൻസർ എത്രയാണ്? 6.95 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
There was 38.7 kilogram of rice in a sack and 12.350 kilogram of this used up. അതായത് അവിടെ ഒരു ചാക്കിൽ എത്രയുണ്ടായിരുന്നു? 38.7 കിലോ അരി ഉണ്ടായിരുന്നു. അതിൽ 12.350 കിലോ അരി ഉപയോഗിച്ചു. ഹൗ മച്ച് റൈസ് റിമെയിൻസ് ഇൻ ദ സാക്ക്? ആ ചാക്കിൽ ബാക്കി എത്ര അരി ഉണ്ടായിരിക്കും? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 38.7 കിലോഗ്രാം. അതിനകത്ത് യൂസ് ചെയ്ത ക്വാണ്ടിറ്റി എത്രയാണ്? 12.350. അപ്പോൾ ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 38.7 മൈനസ് 12.350 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലേസസിൻ്റെ എണ്ണത്തിൽ ഡിഫറൻസ് ഇല്ലേ? ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള പ്ലേസസിൻ്റെ എണ്ണത്തിൽ. അപ്പോൾ ആ ഡിഫറൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 38.700 മൈനസ് 12.350 എന്നായിട്ട് മാറും. നമുക്ക് 0ൽ നിന്ന് 0 പോയാൽ 0 തന്നെയായിരിക്കും ആൻസർ. ഇനി 0ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കടമെടുക്കണം. അപ്പോൾ അത് എത്ര ആവും? 10 ആവും. 10ൽ നിന്ന് 5 പോയാൽ 5. പിന്നെ ഇവിടെ 6 ഉണ്ട്. 6ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 3 ആൻസർ. ഇനി 8ൽ നിന്ന് 2 പോയാൽ 6, 3ൽ നിന്ന് 1 പോയാൽ 2. അപ്പോൾ എത്രയാണ് ആൻസർ? അപ്പോൾ 26.350 കിലോഗ്രാം ആയിരിക്കും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 24 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 6.4 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ, ഒരു ചതുരത്തിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? 6.4 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? മറ്റേ സൈഡിൻ്റെ നീളം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2-3 വേയിൽ ചെയ്യാൻ പറ്റും. അതിലൊരു വേ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. പെരിമീറ്റർ ഈക്വൽ ടു എന്താണ്? 2 × L+B ആണല്ലേ. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എഴുതേണ്ടത്. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസൊക്കെ ഈ ഒരു ഇക്വേഷനിലോട്ട് കൊടുക്കാം. പെരിമീറ്റർ എത്ര തന്നിട്ടുണ്ട്? 24 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെരിമീറ്റർ എന്ന് എഴുതിയതിൻ്റെ തൊട്ട് താഴെ പെരിമീറ്ററിൻ്റെ സ്ഥാനത്ത് 24 എന്നുള്ളത് കൊടുത്തു. ഈക്വൽ ടു 2 × ലെങ്ത്ത്. ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എന്ത് തന്നിട്ടുണ്ട്? 6.4 തന്നിട്ടുണ്ട്. ഇത് ഞാൻ ബ്രെഡ്ത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെങ്ത്ത് ഓഫ് അതർ സൈഡ് എന്ന് എഴുതാം. ഇനി 6.4 പ്ലസ് ആ അടുത്ത ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് എന്നോ അല്ലെങ്കിൽ ലെങ്ത്ത് ഓഫ് അതർ സൈഡ് എന്നോ എഴുതിയേക്കുന്നു. ഇനി അതിനെ തന്നെ ഞാൻ നേരെ തിരിച്ചങ്ങ് എഴുതിയതാണ് കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് ഭംഗിക്ക് അല്ലെങ്കിൽ നമുക്ക് ആൻസർ ഒരു റൈറ്റ് സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ 2 × 6.4 പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 24. ആ മേളിൽ തന്നിരിക്കുന്ന അതിനെ നേരെ തിരിച്ചെഴുതിയിരിക്കുകയാണ്. അപ്പോൾ സൈനൊന്നും മാറത്തില്ല. ഇനി എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2വിനെ നമ്മളങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2വിനെ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ എങ്ങനെയായി? 6.4 പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 2 എന്നായി മാറി. ഇനി 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 12 ആണല്ലേ. അപ്പോൾ 6.4 പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഇനി ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിപ്പം ഈ 12 എന്ന് പറയുന്നത് എന്താണ്? 6.4ഉം മറ്റേ സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 12 എന്ന് പറയുന്നത്. അപ്പം മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 12ൽ നിന്ന് 6.4 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 12 മൈനസ് 6.4. അപ്പോൾ 12ന് ഡെസിമൽ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? ഒരു 0.0 കൊടുക്കുക. വാല്യൂവിൽ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. 0.0 എന്ന് പറഞ്ഞാലും 0.0 ഇട്ടാലും 12 തന്നെയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ മാറുന്നില്ല. അപ്പോൾ 12.0 മൈനസ് 6.4 എന്ന് കൊടുക്കുന്നു. ഇനി 0ൽ നിന്ന് 4 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കടമെടുക്കുക. അപ്പോൾ എത്ര ആവും? 10 ആവും. 10ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 6 ആണ്. പിന്നെ മറ്റേടത്ത് എത്രയേ ഉള്ളൂ? 11 ഉള്ളൂ അല്ലേ. 11ൽ നിന്ന് 6 പോയാൽ എത്ര കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 5.6 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദർ വാസ് 2.50 ലിറ്റേഴ്സ് ഓഫ് ഓയിൽ ഇൻ എ ബോട്ടിൽ ആൻഡ് 0.475 ലിറ്റേഴ്സ് ഓഫ് ദിസ് വാസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. അതായത് അവിടെ ഒരു ബോട്ടിലിൽ 2.50 ലിറ്റേഴ്സ് ഓയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 0.475 ലിറ്റേഴ്സ് എന്ത് ചെയ്തു? കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഹൗ മച്ച് ഓയിൽ ഈസ് ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ? ഇനി ബോട്ടിലിൽ ബാക്കി എത്ര ഓയിലുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോട്ടിലിലെ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 2.50 ലിറ്റേഴ്സ് ആയിരുന്നു. കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത ഓയിൽ എത്രയാണ്? 0.475 ലിറ്റേഴ്സ് ആണ് യൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയുണ്ടെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 2.50 മൈനസ് 0.475 ചെയ്താൽ മതി. അപ്പോഴും നോക്കിയേ, 2.50 എന്ന് പറയുമ്പോൾ അവിടെ 2 പ്ലേസേ ഉള്ളൂ. 0.475 എന്ന് പറയുമ്പോൾ അവിടെ എന്തുകൊണ്ട്? ഡെസിമൽ കഴിഞ്ഞിട്ട് 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 0 ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യുക? 0ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റത്തില്ല. 0ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 5ൽ നിന്ന് ആദ്യത്തെ 0യിലേക്ക് ഒന്ന് കടമെടുക്കും. അപ്പോൾ അത് 10 ആവും. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് കടമെടുക്കുമ്പോൾ അത് എത്രയാവും? 10 ആവും. മറ്റേത് 9 ആയിട്ട് മാറും. ഇനി 10ൽ നിന്ന് 5 കുറച്ചാൽ 5, 9ൽ നിന്ന് 7 കുറച്ചാൽ 2, 4ൽ നിന്ന് 4 കുറച്ചാൽ 0, 2ൽ നിന്ന് 0 കുറച്ചാൽ 2.
അപ്പോൾ ആൻസർ എത്രയാണ്? 2.025 ആണ്. അപ്പോൾ 2.025 ലിറ്റർ ഓയിലാണ് ബാക്കിയുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43? അതായത് നമ്മൾ 14.32വിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 16.43 എന്ന ആൻസർ കിട്ടുക? സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ഇപ്പോൾ പറയാണ്. ഇപ്പം 6ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 10 കിട്ടുന്നത്? എത്ര ആഡ് ചെയ്താലാണ് കിട്ടുന്നത്? 4 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10 - 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്നുള്ള ആൻസർ കിട്ടത്തില്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ തന്നെ നോക്കിയേ. 14.32വിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 16.43 കിട്ടുന്നു. അപ്പോൾ 14.32 പ്ലസ് നമ്പർ ഏതാ നമുക്കറിയാത്തതുകൊണ്ട് നമ്പർ എന്ന് എഴുതി ഈസിക്കൽ ടു 16.43 അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 14.32വിനെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? 16.43 എന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നോക്കിയേ. 16.43 മൈനസ് 14.32. 3 - 2 കുറച്ചാൽ എത്രയാണ്? 1. 4 - 3 കുറച്ചാൽ 1. 6 - 4 കുറച്ചാൽ 2. 1 - 1 പോയാൽ 0 അല്ലേ? അപ്പോൾ ആൻസർ എത്രയാണ്? 2.11 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.